കർഷകരുടെ ദില്ലി ചലോ മാർച്ചിനു നേരെ വീണ്ടും അക്രമം അഴിച്ചുവിട്ട് ഹരിയാന പോലീസ്. ശംഭു അതിർത്തിയിൽ നിന്ന് പുനരാരംഭിച്ച മാർച്ചിനു നേരെയുണ്ടായ പോലീസ് നടപടിയിൽ 17 കർഷകർക്ക് പരിക്കേറ്റതോടെ മാർച്ച് ഇന്നത്തേക്ക് നിർത്തി. ഇത് മൂന്നാം തവണയാണ് കർഷക മാർച്ചിന് അനുമതി നിഷേധിക്കുന്നത്. മിനിമം താങ്ങുവില ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച കർഷകർ പുനരാരംഭിച്ച ദില്ലി ചലോ മാർച്ചിനു നേരെ കടുത്ത നടപടികളാണ് ഹരിയാന പോലീസ് സ്വീകരിച്ചത്. ഉച്ചയോടെ ശംഭു അതിർത്തിയിൽ നിന്നും 101ഓളം കർഷകർ അണിനിരന്ന മാർച്ചിനു നേരെ പോലീസ് കണ്ണീർവാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു. 17ഓളം കർഷകർക്ക് പരിക്കേറ്റു. ദില്ലിയിലേക്ക് കടക്കാൻ അനുമതിയില്ലെന്നായിരുന്നു പോലീസിന്റെ വാദം. എന്നാൽ തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ പ്രതിഷേധിക്കുമെന്നും സർക്കാർ തങ്ങളുടെ ശബ്ദം അടിച്ചമർത്തുകയാണെന്നും കർഷകർ ആരോപിച്ചു. ഗുസ്തി താരവും കോൺഗ്രസ് നേതാവുമായ ബജറംഗ് പൂനിയയും കർഷക മാർച്ചിന് ഐക്യദാർഢ്യമറിയിച്ച് രംഗത്തെത്തി. ഒരു വശത്ത് സർക്കാർ കർഷകരെ തടയില്ലെന്ന് ആഹ്വാനം ചെയ്യുന്നു, അതേസമയം മാർച്ച് നടത്തുന്ന കർഷകർക്കു നേരെ കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് നയമാണ് കേന്ദ്ര സർക്കാർ തുടരുന്നതെന്ന് ബജറംഗ് പൂനിയ കുറ്റപ്പെടുത്തി. മാത്രമല്ല കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ സർക്കാർ പാലിക്കണമെന്നും ആവശ്യപ്പെട്ടു. സർക്കാർ तो रवैया अपना रही है. एक साइड तो बोल रही कि हम रोक नहीं रहे, ऊपर से उनके ऊपर लाठी डंडे आंसू गैस के गोले पता नहीं क्या कैसी छोड़ी जा रही है. ऐसा व्यवहार किया जा रहा है जैसे पाकिस्तान बॉर्डर पे किया जा रहा है. ഇത് മൂന്നാം തവണയാണ് കർഷക മാർച്ചിന് പോലീസ് അനുമതി നിഷേധിക്കുന്നത്. കർഷകരുടെ യോഗം ചേർന്ന് മുന്നോട്ടുള്ള സമരപരിപാടികൾ തീരുമാനിക്കുമെന്ന് കർഷക നേതാക്കൾ അറിയിച്ചു. അതേസമയം കർഷക സമരത്തിൽ കഴിഞ്ഞ ദിവസം വാദം കേട്ട സുപ്രീം കോടതി ഈ മാസം 18-ന് യോഗം ചേരാൻ നിർദ്ദേശിച്ചിരുന്നു. സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഹരിയാന സർക്കാർ അംബാലയിലെ 12 വില്ലേജുകളിൽ ഇന്റർനെറ്റ് സേവനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തി. ഡിസംബർ 17 വരെ ഇന്റർനെറ്റ് നിരോധനം തുടരും. കൈരളി ന്യൂസ്, ദില്ലി.